നിങ്ങൾ പറഞ്ഞത് ഇതും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴും എനിക്ക് ഇതുള്ളത് നല്ലവണ്ണം ഈ ബോഡികൾ മുഴുവൻ ഇവർ വിറ്റ് കാശാക്കിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങൾ ഇവർക്ക് ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം തമിഴ്നാട്ടിലേക്ക് തെങ്കാശി പോകുവാന്നും പറഞ്ഞ് യാത്രയുണ്ട്. പ്രത്യേകിച്ച് ഹലോ ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ വേർ ഇൻ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പത്തനംതിട്ടയിലെ ഓർഫനേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തലായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള അനുഭവസ്ഥരായ ആളുകൾ പല ഓൺലൈൻ ചാനലുണ്ട് തങ്ങൾക്ക് ഉണ്ടായ കൈപ്പേര അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സാഹചര്യമാണ്. നമ്മൾ കൂടുതൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സത്യത്തിൽ എനിക്കത് ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചില വാർത്തകളൊക്കെ അന്വേഷിച്ച് നോക്കിയാണ് അങ്ങനെ ഒരു സ്കോപ്പിനെ കുറിച്ച് മനസ്സിലാവുന്നത്. ശവശരീരങ്ങൾ വിറ്റ് കാശാക്കുക, അനാഥാലയത്തിലെ അന്തേവാസികളുടെ ശവശരീരങ്ങൾ വിറ്റ് കാശാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു ഫോൺ സംഭാഷണം, ഇത് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ചാനലിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. ആ വീഡിയോയിൽ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന പത്തനംതിട്ടയിലുള്ള ഓർഫനേജ്, ജീവമാതാ എന്ന് പറയുന്ന ഓർഫനേജുമായിട്ട് ബന്ധപ്പെട്ട് അവര് മറ്റു ഓർഫനേജുകളെ വളരാൻ സമ്മതിക്കാതെ ഒരു മോണോപോളി അക്കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ചങ്ങാതിക്കൂട്ടത്തിൽ സംസാരിച്ച വ്യക്തി ഈ ശവശരീരങ്ങൾ, അനാഥരായി മരിക്കുന്നവരുടെ ശവശരീരങ്ങൾ വിറ്റ് കാശാക്കുന്നതിനെ കുറിച്ച്, അതിന്റെ സാധ്യതയെക്കുറിച്ച് പറയുന്നത്. അതാണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഈ ശവശരീര കച്ചവടം. ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നോക്കാം. സത്യാവസ്ഥ ഒറ്റവാക്കി പറയുവാണെങ്കിൽ സത്യസന്ധമായിട്ട് നടത്താൻ ഇവർ സമ്മതിക്കുകയില്ല. കാരണം ഇവർക്ക് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടതായ പണം നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അന്തേവാസികളുടെ നിന്ന് പണം വാങ്ങിച്ച് നോക്കുന്നവരെയൊക്കെയാണ് അവർക്ക് താല്പര്യം. നമ്മൾ നടത്തിയ ബെഗർ ഹോമാണ്. നമുക്ക് ആരും ഇല്ലാത്തവരെ റോഡിൽ അലിഞ്ഞിരിഞ്ഞ് നടക്കുന്നവരെയാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളിൽ നിന്ന് അവർക്ക് യാതൊരു പ്രയോജനവുമില്ല, പണത്തിന്റെ വരവുമില്ല, യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നത് അവർക്ക് മനസ്സിലായി. അതുപോലെ നമ്മുടെ ഈ ട്രസ്റ്റിന് വേണ്ടി കുറച്ച് പണം CSR ഫണ്ട് അനുവദിച്ചതായിട്ട് ഇവര് അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഓഫീസിൽ അവർ ബന്ധപ്പെട്ടു. CSR ഫണ്ട് തരുന്നവർ അന്വേഷിച്ചു, ഇങ്ങനെ സ്ഥാപനമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഈ സംഭവം അറിഞ്ഞപ്പോൾ അവർക്കൊരു വിരോധം. ഇവർ ഇതും വളരണ്ട, വേറെ അവർ ആലോചിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം വളർന്നാൽ മതി എന്നൊരു തോന്നൽ അവർക്കുണ്ടായതായിരിക്കാം. ചില ഹോസ്പിറ്റലിലേക്ക് ഡെഡ് ബോഡികൾ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ വേണം. അത് എന്നോടും പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് പലരും എന്നെ വിളിച്ച് ചോദിച്ചു, ഡെഡ് ബോഡി നിങ്ങൾ എന്തിനാ അടക്കം ചെയ്തത്? ഞാൻ ആരെങ്കിലും മരിച്ചാൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. 1-2 ഡെഡ് ബോഡി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തെന്ന് അറിഞ്ഞ പേപ്പറിൽ വാർത്ത വന്ന സമയത്ത് 1-2 പേര് എന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവിടെ കൊടുത്തത്? ഇന്ന പോലെ കൊടുക്കത്തില്ലായിരുന്നു, 2-3 ലക്ഷം രൂപ തരത്തില്ലായിരുന്നു, നിങ്ങൾക്ക് അതൊരു സമ്പാദ്യം, അയ്യോ എന്താ അതൊരു വരുമാനമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അതിനോട് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുതെന്ന്. നമുക്കൊന്നും ഇല്ല. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട്, പോലീസുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് അനാഥാലയത്തിന് അപ്രൂവൽ കൊടുക്കണം, അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ലൈസൻസിങ്, നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ കുറിച്ചാണ് ഇദ്ദേഹം ആദ്യം പറയുന്നത്. അതായത് ഒരു ബെഗർ ഹോമാണ് ഈ വ്യക്തി നടത്തുന്നത്. ആരുടെ നിന്ന് പൈസ മേടിക്കുന്നില്ല. വഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വഴിയിൽ അലഞ്ഞു തിരിയുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയുള്ള ഒരു ഷെൽട്ടർ ഹോമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. അതിനൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ആളുകളുടെ നിന്ന് പണം മേടിച്ച്, ഇപ്പോൾ പ്രായമായ മാതാപിതാക്കളെ കൊണ്ട് നടക്കുന്ന മക്കളുണ്ട്, അവർ ഒരു മന്ത്ലി ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ ഉള്ള കാര്യങ്ങളോ ഡൊണേഷനൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളോടാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് താല്പര്യം. മറ്റൊരു കാര്യം പറയുന്നത്, ഇവർക്ക് ലഭിക്കുന്ന CSR ഫണ്ടുകൾ, ആ CSR ഫണ്ട് വരുന്നുവെന്ന് മനസ്സിലാക്കി അതിന് തുരങ്കം വെച്ച് ഇവർക്ക് ലഭിക്കാതാക്കുന്നതിലൂടെ ഈ ഇത്തരത്തിലുള്ള അനാഥാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ ഇല്ലാതാകുകയും ഒരു മോണോപോളി ആയിട്ട്, നേരത്തെ പറഞ്ഞ ജീവമാതാ പോലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വരികയും ചെയ്യും. വെറുതെയാണ് ഇവരൊക്കെ ഒന്നുമില്ലാത്ത നിലയിൽ നിന്ന് പണക്കാരായിട്ട് തീരുന്നത്. ഇതൊക്കെ ഒരു ബിസിനസ്സാക്കി തന്നെ എടുത്തിരിക്കുകയാണ്, ഒരു കോമ്പറ്റീറ്റീവ് ബിസിനസ്സാക്കി എടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം മറ്റുള്ളവരെ സഹായിക്കണം, സ്നേഹമാണ്, സഹാനുഭൂതിയാണ്, ദയാണ്, അനുകമ്പയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു അനാഥാലയം വളർന്നു വരുന്നതിൽ എന്താണ് പ്രശ്നം? അപ്പോൾ തങ്ങൾക്കിതിൽ നിന്നൊരു വരുമാനമുണ്ട്, ആ വരുമാനം വിഭജിച്ചു പോകരുത്, ഒരു മോണോപ്പൊളിയായിട്ട് തങ്ങളിത് കൊണ്ടുപോകണം എന്ന ബിസിനസ് താല്പര്യത്തിൻ്റെ
ഫലമായിട്ടാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ നടത്തുന്ന അനാഥാലയങ്ങളെ ദുർബലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇത് രണ്ടും ഇതേ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എൻ്റെ സബ്ജക്റ്റ് അതല്ല. അനാഥാലയത്തിൽ വെച്ച് മരണപ്പെടുന്ന ആളുകളുടെ ശവശരീരങ്ങൾ വിൽക്കപ്പെടുന്നു. അത് അനധികൃതമായിട്ടാണ് വിൽക്കപ്പെടുന്നത്. ഇത് ആദ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കേട്ടപ്പോൾ ഇതിൻ്റെ ആവശ്യം തിരിക്കുന്നു, ഇതിൻ്റെ ആരാ വന്നിപ്പോൾ ഡെഡ് ബോഡിയൊക്കെ മേടിച്ചിട്ട് പോകുന്നത്. പിന്നെ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാണ് ചില കാര്യങ്ങൾ മനസ്സിലായത്. എന്തായാലും ഇവർ ഈ വാർത്ത കൊടുത്തല്ലോ. അപ്പം അതിന് പിന്നാലെ ഈ ചങ്ങാതിക്കൂട്ടത്തിലേക്ക് ഒരു വ്യക്തി വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പുള്ളിയുടെ ഫോൺ റെക്കോർഡിംഗ് കൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇന്നൊരാൾ മരണപ്പെട്ടിട്ടുണ്ട്, അവരെ അവിടെ കൊണ്ട് അടക്കി ആരുമില്ല, ഞങ്ങൾ ഇങ്ങനെ കൊണ്ട്. അപ്പൊ അന്നേരമാണ് നിങ്ങൾ പറഞ്ഞത് ഇതുമെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴും എനിക്ക് ഇതുള്ളത് നല്ലവണ്ണം ഈ ബോഡികൾ മുഴുവൻ ഇവർ വിറ്റ് കാശാക്കിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങൾ ഇവർക്ക് ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം തമിഴ്നാട്ടിലേക്ക് യാത്ര, തെങ്കാശി പോകുവാന്നും പറഞ്ഞ് യാത്രയുണ്ട്. പ്രത്യേകിച്ച് ഈ മരുമോനും ഇവരുടെ ഈ പറയുന്ന ഇതിന്റെ നടത്തിപ്പുകാരി, ഈ മരുമോനും അമ്മായിയമ്മയെ എന്നുള്ള റിലേഷൻ, അപ്പുറത്തൊരു റിലേഷൻ ഉണ്ടെന്ന് അവിടുത്തെ അന്തേവാസികൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് മിക്കവാറും കണ്ടിന്യൂ ആയിട്ട് തെങ്കാശി യാത്രയാണ്, തെങ്കാശി. അപ്പോ ഈ തെങ്കാശിയില് എനിക്ക് തോന്നുന്നു ബിനാമി അല്ല, ഇതിന്റെ കാശ് കൊണ്ട് അവിടെ പ്രോപ്പർട്ടി ഉണ്ടാവാൻ തന്നെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ബോഡികളൊക്കെ അന്യ സംസ്ഥാനത്ത്, കാരണം ഇവിടെ കിട്ടുന്നതിന്റെ ഇരട്ടി വില, അവിടെയൊക്കെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഇഷ്ടം പോലെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ചില ഹോസ്പിറ്റലുകളും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് അവയവ കച്ചവടം വരെ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കേസാണിത്. എത്ര ഗുരുതരമായ രീതിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ കണ്ടതൊന്നും അല്ല കണ്ടോ കുട്ടികൾ ഉപദ്രവിക്കുന്നത്. അതൊന്നും ചെറിയ കാര്യമെന്നല്ല ഞാൻ പറയുന്നത്. കുട്ടികൾ ഉപദ്രവിക്കുന്ന ഒരു സംഭവം അവിടെയുണ്ട്. കുട്ടികൾക്ക് വേണ്ടി വരുന്ന ഫണ്ട് തിരിമറി നടത്തുന്നുണ്ടോ അത് അന്വേഷിക്കണം. ഇപ്പോൾ ഫോറിൻ ഫണ്ടൊക്കെ വരുന്നുണ്ടെന്നാണ് ഈ ഫോൺ കോളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതോ US പുള്ളിക്കാരനൊക്കെ അവിടെ അന്നദാനത്തിന് വേണ്ടിയുള്ള ആ പന്തലിടുന്നതിന് വേണ്ടി, ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോറിൻ ഫണ്ട് ഇവർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഈ ഫണ്ടൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്? ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കാണോ, പേഴ്സണൽ അക്കൗണ്ടിലേക്കാണോ? ഇതൊക്കെ വകമാറ്റി ചെലവഴിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ അവിടെയുള്ള കുട്ടികളെ, അന്തേവാസികളൊക്കെ ഉപദ്രവിച്ചുള്ള കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് വന്നുള്ള കേസ്, പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയോട് ബന്ധപ്പെട്ടുള്ള കേസ്, അതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഭീകരമായി തോന്നുന്നത് അവിടെയുള്ള അന്തേവാസികളുടെ ശവശരീരം വിറ്റ് കാശാക്കുന്ന രീതി. അത് മുന്നേ പറഞ്ഞ വ്യക്തി പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെയാണ് ചോദിക്കുന്നത്. ഇത്രയും വിലയുണ്ടോ ശവശരീരം? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് 2024 വന്ന ഒരു വാർത്തയാണ്. മാതൃഭൂമിയിൽ വന്ന ഓൺലൈൻ എഡിഷനിലുള്ള വാർത്തയാണ്. ഇതിൽ പറയുന്നത് അൺക്ലെയിം ഡെഡ് ബോഡീസ് ആറ്റ് 3.6 crores ടു കേരള ഗവൺമെന്റ് കിറ്റി. 3.5 കോടി രൂപ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് വന്ന് മരണപ്പെടുന്ന ആളുകൾ, അത് തിരിച്ചറിയാനാവാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ആരും ഇതുവരെ വന്നിട്ട് ക്ലെയിം ചെയ്യാത്ത ആ ശവശരീരങ്ങൾ ഏറ്റെടുക്കാൻ വരാത്ത അവസ്ഥകളുണ്ടാകും. ഇത്തരത്തിലുള്ള ശവശരീരങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ സെന്ററുകളുടെ ഫ്രീസറുകളിൽ സൂക്ഷിക്കുകയാണ്, മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ് പതിവ്. പിന്നീട് ഐഡന്റിഫൈ ചെയ്യുന്ന അനുസരിച്ച് ആ ബോഡി കൊടുക്കും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാതെ വന്ന ബോഡികൾ വിറ്റ വകയിൽ ഗവൺമെന്റ് ലഭിച്ച തുകയാണ് 3.6, ഏകദേശം 3.5 കോടി രൂപ. ഇതിൽ പറയുന്ന വില, ഒരു ഡെഡ് ബോഡിക്ക് നമ്മൾ എംബാം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില 40,000 രൂപയാണ്. എംബാം ചെയ്യാതെയാണ് നൽകുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഡെഡ് ബോഡിക്ക് 20,000 രൂപയാണ് വാങ്ങിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഏതൊക്കെ കച്ചവടം നടന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കൗമുദിയിൽ വന്ന ഒരു വാർത്തയാണ്. രാജു വാഴക്കാല സബ്മിറ്റ് ചെയ്ത RT അനുസരിച്ച് ലഭിച്ച വിവരങ്ങളാണ്. ഇത് പ്രൈവറ്റ് കോളേജിനെ സെല്ല് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. സാധാരണഗതിയിൽ ഈ ഡെഡ് ബോഡീസ് ആവശ്യം വരുന്ന പ്രൈവറ്റ് കോളേജാണ്. കാരണം ഇപ്പോൾ കൂണു പോലെയാണ് അവിടെ ഇവിടെയൊക്കെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഒക്കെ ഉയർന്നത്. പ്രത്യേകിച്ച് ഈ സ്വാശ്രയ ബിസിനസ് ഇത്രയും അധികം വളർന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രൈവറ്റ് കോളേജുകളുണ്ട്. ഇവർക്കൊന്നും പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡീസ് ലഭിക്കില്ല. അത് മാത്രമല്ല, നമ്മൾക്ക് ഒരു ഡെഡ് ബോഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഡെഡ് ബോഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഡൊണേറ്റ് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. കാശൊന്നും വാങ്ങിക്കാതെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ മാത്രമുള്ള അവകാശമേ ഉള്ളൂ. പ്രൈവറ്റ് കോളേജിനോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ സ്വകാര്യ ആശുപത്രികൾക്കോ വിൽക്കാനുള്ള അവകാശം എനിക്കില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഗവൺമെന്റാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ കണക്കെടുപ്പിൽ ഇത് 2001 ജനുവരി മുതൽ നവംബർ 30 വരെ, അതായത് ഏകദേശം 11 മാസത്തിനിടയിൽ നടന്ന ശവശരീരങ്ങളുടെ വിൽപ്പനയുടെ കണക്കാണ്. ഒരു ശരീരത്തിന് 40,000 രൂപ വെച്ചാണ് വിറ്റിരിക്കുന്നത്. 55 ആണുങ്ങളുടെയും 9 പെണ്ണുങ്ങളുടെയും ശവശരീരമാണ് ഇത്തരത്തിൽ വിറ്റിരിക്കുന്നത്. അതിൽ പ്രൈവറ്റ് കോളേജസ് വാങ്ങിയ കണക്കാണ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത്.
SUT മെഡിക്കൽ കോളേജ് വട്ടപ്പാറ 2 ഡെഡ് ബോഡി 80,000 രൂപ. ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കല 2 ഡെഡ് ബോഡി 80,000 രൂപ. ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമ്പൂട് 2 ഡെഡ് ബോഡി 80,000 രൂപ. CSI മെഡിക്കൽ കോളേജ് 80,000 രൂപയ്ക്ക് 2 ഡെഡ് ബോഡി വാങ്ങിയിരിക്കുന്നു. 4 ഡെഡ് ബോഡി വാങ്ങിയിട്ടുള്ളത് ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കുലശേഖരം, അത് ഒരു ബോഡിക്ക് 40,000 രൂപ വെച്ച് 1,60,000 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. മൗണ്ട് സയൻ മെഡിക്കൽ കോളേജ് അടൂർ 1,20,000 3 ഡെഡ് ബോഡി വാങ്ങിയിരിക്കുന്നു. അസീസിയ മെഡിക്കൽ കോളേജ് 1 ഡെഡ് ബോഡി 40,000 രൂപ. ഇത് നോർമൽ ട്രാൻസാക്ഷനാണ്, അതായത് അംഗീകരിച്ചുള്ള ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ അനധികൃതമായ ട്രാൻസാക്ഷൻസ് എത്രയായിരിക്കും? ആ വ്യക്തി പറയുന്നത് 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ തരാൻ തയ്യാറായി. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഓർഫനേജിൽ 3 ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് കൈമാറി ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തൊരു വ്യക്തി പറഞ്ഞാണ്, നിങ്ങൾ എന്തിനാണ് അത് വെറുതെ കൊടുക്കുന്നത്? 1, 2, 3 ലക്ഷം രൂപ തരാൻ തയ്യാറായ ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഇവിടെ നിലവിലുണ്ട്. ഇത്രയും പ്രൈവറ്റ് കോളേജ് അവരെ പഠനാവശ്യത്തിന് വേണ്ടി നോക്കുമ്പോൾ അവർക്ക് ഡെഡ് ബോഡീസ് ഒന്നും കിട്ടില്ല. അപ്പം നിങ്ങൾ നാളെ വിചാരിച്ചില്ല കേട്ടോ, നാളെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിലേക്ക് നിങ്ങളുടെ ബോഡി എടുത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാനുള്ള നിയമാവകാശമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഓഹോ ഗവൺമെൻറ് ജീവൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടാന്ന്? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. സെൻട്രൽ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശമില്ല. ആയുധങ്ങളുടെ കൈവശം വെക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിന് ലൈസൻസിന് വേണ്ടി അപ്രൂവൽ കൊടുക്കാൻ, അതിലുള്ള കാര്യങ്ങൾക്കൊക്കെ മാത്രമേ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുള്ളൂ. സെൻട്രൽ ഗവൺമെന്റിനാണ് ആയുധങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള അവകാശമുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ലോട്ടറി നടത്തിപ്പ്, ലോട്ടറി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് മാത്രം നടത്താവുന്ന കാര്യമാണ്. സാധാരണക്കാരന് ആ സർക്കാർ നടത്തുന്നുള്ളൂ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് നടത്തിക്കൂടാ എന്ന് പറഞ്ഞാൽ ലോട്ടറി നടത്താൻ പറ്റില്ല. അപ്പോൾ അതേപോലെയാണ് ഈ കാര്യവും. നിങ്ങളുടെ ഡെഡ് ബോഡി നിങ്ങൾക്ക് വിൽക്കാനുള്ള അവകാശമൊന്നുമില്ല, ഡൊണേറ്റ് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അതേസമയം തന്നെ പല പ്രൈവറ്റ് കോളേജുകൾക്കും അവരുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡീസ് ഇല്ലാതെ വരുമ്പോൾ ഇത്തരത്തിൽ വാങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമായിരിക്കണം ഒരുപക്ഷെ അനാഥാലയങ്ങളിൽ ഡെഡ് ബോഡികളുടെ വിൽപ്പനയിലേക്ക്, അനധികൃതമായ വിൽപ്പനയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏതൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും പല പ്രതികരിക്കുന്ന വിഷയങ്ങളിലൊക്കെ പറഞ്ഞുള്ള കാര്യം, ഇവരെങ്ങനെയാണ് ഇത്രയധികം പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്? ആ പൈസയിൽ ഈ ശവം വിറ്റ് തന്ന പൈസ കൂടി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ഇതിനൊക്കെ അന്വേഷിക്കേണ്ടതാണ്. സത്യത്തിൽ എങ്ങനെയാണ് ഇവരുടെ വരുമാന മാർഗം? ഇതുപോലെയൊക്കെ അനധികൃതമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നുള്ള അന്വേഷിക്കണം. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന അവയവ കച്ചവടം എന്നുള്ളതാണ്. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, അങ്ങനെ സംഭവം ഇതുവരെ റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഈ ഒരു സാഹചര്യം ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇവരെയും കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള അനാഥാലയങ്ങൾ ആരും ചോദിക്കാനും പറയാനില്ലല്ലോ. പലരും മക്കളൊക്കെ അവിടെ കൊണ്ട് ആക്കിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഡെഡ് ബോഡി പോലും വന്ന് ചോദിക്കണമെന്നില്ല. അത്തരത്തിൽ വരുമ്പോൾ എന്നാൽ പിന്നെ ഇത് ശ്മശാനത്തിൽ കൊണ്ടേ അടക്കണോ അല്ലെങ്കിൽ അത് വെച്ച് 10 കാശുണ്ടാക്കണോ എന്നൊക്കെ വിചാരിക്കുന്ന മൈൻഡുണ്ട് ആളുകളുടെ ഇടയിൽ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പാരലൽ വേൾഡിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഡെഡ് ബോഡി വാങ്ങാൻ സാധ്യതയുള്ളവരുണ്ട് എന്ന് ഇയാളെ വിളിച്ച് പറയുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ കാണുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു എത്തിക്സും ഇല്ലാതെ നടത്തുന്ന ആളുകളാണ്. എന്തായാലും ഇതിനെതിരെ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. ഈ രീതിയിൽ കൂടെ ഇത്തരത്തിൽ അവയവ കച്ചവടമായിട്ട് നടത്തുന്നതോ ശവശരീരങ്ങൾ കച്ചവടം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെ അന്വേഷിക്കണം. എന്താണ് വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.